യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിവസം ഏറെ സന്തോഷത്തോടുകൂടി ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 15 തിരുവചനം. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എവിടെ പോയാലും അവിടെയെല്ലാം നിന്നെ ഞാൻ കാത്തുരക്ഷിക്കും, നിന്നോട് പറഞ്ഞതൊക്കെ ഞാൻ നിറവേറ്റിത്തരും. യാക്കോബ് ഭയത്തോടുകൂടി പിതാവിനെയും ജ്യേഷ്ഠനെയും ഉപേക്ഷിച്ചുകൊണ്ട് ലാബാൻ്റെ അടുക്കലേക്ക് ഓടിപ്പോകുമ്പോൾ, നമ്മളാണ് ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്നതെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് ഉറങ്ങുവാൻ സാധിക്കുകയില്ല. ആകുലതകൾ നിറഞ്ഞ് ടെൻഷനടിച്ച് ഉറങ്ങുവാൻ പോലും സാധിക്കാതെ നമ്മൾ വേവലാതിപ്പെടും. എന്നാൽ ഇത്ര വലിയ പ്രതിസന്ധി ആയിരുന്നിട്ട് കൂടി യാക്കോബ് ഗാഢനിദ്രയിലേക്ക് പോകുന്നു. അവിടെ യാക്കോബ് ഒരു ദർശനം കാണുന്നു. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, ഭൂമിയിൽ നിന്നും സ്വർഗം വരെ എത്തുന്ന ഒരു ഗോവണി. ഭൂമിയിൽ നിന്നും സ്വർഗം വരെ എത്തുന്ന ഗോവണി കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുനാമത്തിലാണ് നീ പിതാവായ ദൈവത്തോട് നിൻ്റെ ആവശ്യങ്ങൾ പറയുന്നത് എങ്കിൽ അത് നിനക്ക് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. നീ എത്ര വലിയ പ്രതിസന്ധിയിലായിരുന്നാലും, എത്ര വലിയ സഹനത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, ഏത് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണേലും നീ നിൽക്കുന്നതെങ്കിലും, നീ ആഗ്രഹിച്ചൊന്നും നിനക്ക് കിട്ടുന്നില്ല എങ്കിൽ കൂടി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുനാമത്തിൽ നീ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ നീ ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനമനുസരിച്ച് ആ ചോദിച്ച കാര്യം നിനക്ക് ലഭിക്കുക തന്നെ കിട്ടും. കണ്ണും പൂട്ടി വിശ്വസിക്കുക, അന്ധമായിട്ട് യേശുവിൽ വിശ്വസിക്കുക. എപ്പോഴും ജീവനോടെ ഇരിക്കുന്ന യേശു ക്രിസ്തു നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിൻ്റെ കഴിവുകൊണ്ടല്ല നീ എവിടെയേലും ആയിരിക്കുന്നത്, അത് ഈശോ നിന്നെ കൈപിടിച്ച് അവിടേക്ക് കൊണ്ടുവന്നത്. ആ ഈശോയോട് നീ ഒന്ന് ചോദിച്ച്, നിൻ്റെ പ്രശ്നങ്ങൾ ആ ഈശോയുടെ മുന്നിലൊന്ന് ഇറക്കി വെച്ച്. സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും നിന്നെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആ സ്വർഗത്തിലും ഭൂമിയിലും ആയിരിക്കുന്ന നമ്മളെ സഹായിക്കാൻ ദൈവം തന്നെ യേശുക്രിസ്തുവായി ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ നിന്നും സ്വർഗം വരെ എത്തുന്ന ഒരു ഗോവണി പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ആകുലതകൾ മാറ്റിവെച്ചിട്ട് ആ ഗോവണിയിൽ പിടിച്ച് കയറുവാൻ ശ്രമിക്കുക. കാരണം നിന്നെ സംരക്ഷിക്കുന്ന യേശു നിൻ്റെ കൂടെയുണ്ട്. നമുക്കൊരു നിമിഷം നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ എല്ലാം യേശുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാം. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതിസന്ധി കർത്താവിൻ്റെ മുന്നിൽ, യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാം. അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കത് സാധിച്ചു തരിക തന്നെ ചെയ്യും. ഇതൊരു വാഗ്ദാനമാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലുള്ള 830 കോടി ജനങ്ങളെയും നമുക്ക് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കാം. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായ
യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.